നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലല്ലേ? നിങ്ങൾ കരഞ്ഞ കണ്ണുനീര് ആരും കണ്ടില്ലല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ വേദനിച്ചത് ആരോടും പറയാതെ, നിങ്ങൾ കരഞ്ഞത്, നിങ്ങൾ വേദനിച്ചത്, നിങ്ങൾ അപമാനിതനായത് ഇതാരും കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ കാണുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവർ, നിങ്ങളെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞവർ, ഹല്ലേലൂയ, ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ വേദനകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നോക്കണം. ഹല്ലേലൂയ. ഹന്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ആമേൻ ഹല്ലേലൂയ ശമൂവേലിന്റെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒത്തിരി വേദനയിലൂടെ അവർ കടന്നുപോയി. അവരെ ഒറ്റ വിഷയം എന്ന് പറയുന്നത് തലമുറകളില്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവരൊത്തിരി കരഞ്ഞു. വീട്ടിനകത്ത് ഒത്തിരി കുറ്റങ്ങൾ പറയുന്നവരുണ്ടായിരുന്നു. അവരുടെ എതിരാളി എന്ന് പറയുന്നത് പെനീന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവരൊത്തിരി ഇവരെ അപമാനിച്ചു, ഒത്തിരി കുറ്റം പറഞ്ഞു, ഒത്തിരി തള്ളിപ്പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ ഒരു ആമേൻ ഹല്ലേലൂയ അവസ്ഥയിലൂടെ നമ്മളൊക്കെ കടന്നുപോയവരാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നെ ആരും നോക്കാനില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ ഹല്ലേലൂയ ഒന്ന് ആമേൻ ശ്രവിക്കുവാൻ ഒരു വ്യക്തികളുമില്ലല്ലോ, എന്നെ നന്നായി അറിയാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം പറയുന്നു, ആര് നിന്നെ നോക്കിയില്ലേലും, ആര് നിന്നെ പരിഗണിച്ചില്ലേലും, ആര് നിന്നെ ഹല്ലേലൂയ മൈൻഡ് ചെയ്തില്ലേലും, ആമേൻ, എനിക്ക് നിന്നെ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല, എനിക്ക് നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല, എനിക്ക് നിന്നെ കുറ്റം പറയുവാൻ കഴിയത്തില്ല. നാട്ടുകാർ കുറ്റം പറഞ്ഞാലും, വീട്ടുകാർ തള്ളിക്കളഞ്ഞാലും, അയൽപക്കത്തുള്ളവർ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. അതൊന്നും ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പലരും ആമേൻ ഹല്ലേലൂയ കൂടെ നിൽക്കാം, ഞാൻ നിൻ്റെ കൂടെ കാണും, നീ തകർന്നാൽ ആമേൻ ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ആമേൻ കൂടെ നിൽക്കുന്നവരൊക്കെ പറയാറുണ്ട്. എന്നാൽ കാര്യത്തിലോട്ട് അടുക്കുമ്പോൾ, ഒരു പ്രശ്നത്തിലോട്ട് അടുക്കുമ്പോൾ എല്ലാവരും വരും. എല്ലാവരും നമ്മുടെ ഭാഷയിൽ വെള്ളം ആമേൻ വാങ്ങിപ്പോകുന്നത് പോലെ മാറിപ്പോകും. എന്നാൽ മാറാത്ത ഉറച്ചു നിൽക്കുന്ന ഒരുവൻ, അന്ത്യത്തോളം നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരുവൻ, അവനൊരു നാളും നിന്നെ കൈവിടത്തില്ല. പ്രിയരെ, വിശ്വസ്തയോടെ ആയിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ നീറിയ, നിങ്ങൾ കണ്ണുനീരൊഴുക്കിയ, നിങ്ങൾ ഭാരപ്പെട്ട, നിങ്ങൾ നെടിവീർപ്പിട്ട നിങ്ങളുടെ ഹൃദയത്തിൻ്റെ